നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. തൃശൂരിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു. വെണ്ടൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ആമ്പല്ലൂരിൽ കാറിന് പിറകിൽ ബസ്സിടിച്ച് അപകടം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിലെ 9 കുടിവെള്ള പദ്ധതി നവീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാൻസർ രോഗബാധിതനായ രവീന്ദ്രൻ തന്റെ ഭൂമി തരം മാറ്റുന്നതിന് നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിൽ ഇതുവരെ നടപടിയായില്ല. വാർത്തകൾ വിശദമായി. തൃശൂരിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായുള്ള അന്വേഷണം എക്സൈസ് ഊർജിതമാക്കി. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. വ്യാഴാഴ്ച രാവിലെയാണ് തൃശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി വീടിന് സമീപം എത്തിയത്. ഈ സമയത്ത് ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വീട്ടുടമ റിക്സൺ എക്സൈസ് സംഘത്തെ കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. ഇതോടെ എക്സൈസ് സംഘം വീട്ടിൽ കയറി പരിശോധിച്ചപ്പോഴാണ് വലിയ പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. പ്രദേശത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണ് കഞ്ചാവെന്നാണ് നിഗമനം. റിക്സൺ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഈ വീട്ടിൽ രാത്രികാലങ്ങളിൽ നിരവധി പേർ ബൈക്കുകളിൽ വന്നു പോകുന്നുണ്ടെന്ന വിവരം എക്സൈസിന് ലഭിച്ചിരുന്നതായി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. സംഭവത്തിൽ കേസെടുത്ത എക്സൈസ് രക്ഷപ്പെട്ട റിക്സനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. റിക്സൺ നേരത്തെയും എക്സൈസിന്റെ കഞ്ചാവ് കേസിൽ പ്രതിയാണെന്ന് എക്സൈസ് അറിയിച്ചു. വെണ്ടൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. വെണ്ടൂർ ചുങ്കം സ്വദേശി മഞ്ഞളി പോളിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് അപകടമുണ്ടായത്. പരിക്കേറ്റയാളെ വെണ്ടൂർ ടെസ്ല ആശുപത്രിയിലും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആമ്പല്ലൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന കാറുമായാണ് സ്കൂട്ടർ ഇടിച്ചത്. ആമ്പല്ലൂരിൽ കാറിന് പിറകിൽ ബസ്സിടിച്ച് അപകടം. വ്യാഴാഴ്ച വൈകിട്ട് 5:45 സംഭവം. വരന്തരപ്പള്ളി തൃശൂർ റൂട്ടിലോടുന്ന മോനൂസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, കർഷക തൊഴിലാളി പെൻഷൻ ഉപാധിരഹിതമായി നൽകുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU അളഗപ്പ നഗർ പഞ്ചായത്ത് തല വില്ലേജ് ഓഫീസ് മാർച്ച് ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തി. BKMU സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. VK കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. CPI ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി VK അനീഷ്, വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KR അനൂപ്, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി രാജി രാജൻ, CB സുരേഷ്, PU ഹരികൃഷ്ണൻ, അജിത മാധവൻ, K പങ്കജവല്ലി, PC സാജു, VR രാജൻ എന്നിവർ പ്രസംഗിച്ചു. NR വിജയൻ, TS സുധീഷ്, KD ശശി, KC മാധവൻ, SK ചന്ദ്രൻ, ലീല വർഗീസ്, KC മാധവൻ, SM റാഫി, KK ഹരിദാസ്, K മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. കർഷക തൊഴിലാളികൾ അവർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുകയും അവർക്ക് പെൻഷൻ ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ടുള്ള സർക്കാരിന്റെ ധീരമായ നടപടി 1980-ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ പ്രഖ്യാപിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU വെള്ളിക്കുളങ്ങര പഞ്ചായത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VK ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. CPI വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി മോഹനൻ ചള്ളിയിൽ അധ്യക്ഷനായി. BKMU വെള്ളിക്കുളങ്ങര പഞ്ചായത്ത് മേഖലാ പ്രസിഡന്റ് അജീഷ് നാരാട്ടിൽ, CPI വെള്ളിക്കുളങ്ങര അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറി ഷൈജു കാട്ടുങ്ങൽ, വെള്ളിക്കുളങ്ങര സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി തിലകൻ കുന്നുമ്മേൽ, നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി TB കൊച്ചുണ്ണി,
AITUC വെള്ളിക്കുളങ്ങര മേഖലാ സെക്രട്ടറി KA ശിവൻ, റെന്നി വർഗീസ്, സലീഷ്, ഉഷ മാണി, BKMU വെള്ളിക്കുളങ്ങര പഞ്ചായത്ത് മേഖലാ സെക്രട്ടറി വിനയൻ എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ 9 കുടിവെള്ള പദ്ധതി നവീകരിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി നിർവഹിച്ചു. വാർഡംഗം സുമേഷ് മൂത്തമ്പാടൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ സുധീഷ് സന്നിഹിതയായിരുന്നു. വാട്ടർ ടാങ്ക് നവീകരണം, പുതിയ മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിക്കൽ, പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായി 3,33,000 രൂപയാണ് ചെലവഴിച്ചത്. വരന്തരപ്പള്ളി വടക്കുമുറിയിൽ ശ്രീലക്ഷ്മി ഓയിൽ ആൻഡ് ഫ്ലവർ മിൽ നടത്തുന്ന ക്യാൻസർ രോഗത്തിന് ചികിത്സയിലുള്ള രവീന്ദ്രൻ തന്റെ ഭൂമി തരം മാറ്റുന്നതിന് നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിൽ ഇതുവരെ നടപടിയായില്ല. 2018 പ്രളയത്തിൽ മില്ലിലെ യന്ത്രങ്ങൾ തകരാറിലായതാണ്. പിന്നീട് ഷെഡ് പുതുക്കിപ്പണിത് യന്ത്രങ്ങൾ തകരാർ പരിഹരിക്കുന്നതിനും ഉപയോഗശൂന്യമായത് മാറ്റുന്നതിനും വേണ്ടി വായ്പയ്ക്ക് ശ്രമിച്ചെങ്കിലും സിബിൽ സ്കോറിന്റെ പേരിൽ ബാങ്ക് വായ്പ അനുവദിച്ചില്ല. എന്നാൽ കൈവശമുള്ള 40 സെന്റ് ഭൂമിയിൽ നിന്ന് ഒരു ഭാഗം വിറ്റ് മില്ല് പുനരുദ്ധരിക്കാനും വീട് പണിയുന്നതിനും വേണ്ടി പരിശ്രമിച്ചപ്പോഴാണ് ഭൂമി നിലമാണെന്ന BTRൽ ഉള്ള വിവരം അറിഞ്ഞത്. അത് തരം മാറ്റിയാൽ മാത്രമേ വിൽപ്പന നടക്കുകയുമുള്ളൂ. ഭൂമി തരം മാറ്റുന്നതിനായി പലതവണ വിവിധ ഓഫീസുകളിൽ അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിലത്തെ പ്രതീക്ഷയായാണ് നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയത്. അപേക്ഷ നടപടിക്കായി കളക്ടർക്കും പിന്നീട് RDOയ്ക്കും നൽകിയിരിക്കുന്നുവെന്ന് ഫോണിൽ മെസ്സേജ് വന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ല. 2 പ്രാവശ്യം മെസ്സേജ് വന്നു. ഒരു പ്രാവശ്യം വന്നത് ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോർവേഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത് വന്നത് കളക്ടറേറ്റിൽ നിന്ന് RDOന് കൈമാറിയിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നീട് ഇതുവരെ ഒരു മറുപടി വന്നിട്ടില്ല. എൻ്റെ മുമ്പിലൊരു വഴി എന്ന് പറഞ്ഞാൽ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ടാണ് നിൽക്കുന്നത്. ബാങ്കുകളിൽ നിന്ന് കിട്ടാവുന്ന പൈസയൊന്നും വെള്ളം കയറി മിഷനറി എല്ലാം നശിച്ചു പോയിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. കേസ് അനുകൂലമായി വിധി വന്നിട്ടും ബാങ്കുകാർ അനുകൂലമായ തീരുമാനം ഇതുവരെ എടുക്കുന്നില്ല. അതേസമയം സ്ഥലം തരംമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ സന്ദർശിച്ചിട്ടില്ല എന്ന സാങ്കേതിക കാരണം പറഞ്ഞ് തരംമാറ്റൽ നടപടികൾ നീണ്ടുപോകുന്നതാണ് തടസ്സം. നിലവിലെ സമിതിയുടെ കാലാവധി തീർന്നുവെന്നും പുതിയ സമിതി നിലവിൽ വന്നാൽ മാത്രമാണ് തുടർ നടപടികൾ ഉണ്ടാകൂ എന്നുമാണ് കൃഷിഭവനിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. ഇത്തരത്തിലുള്ള സാങ്കേതിക കാരണങ്ങളിൽ കുടുങ്ങി 250-ലധികം തരംമാറ്റൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതായും പറയുന്നു. സമയബന്ധിതമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ ജാഗ്രതയുണ്ടായില്ലെങ്കിൽ കഷ്ടപ്പെടുന്നത് നിരാലംബരും നിസ്സഹായരുമാണ്. ഭൂമി തരംമാറ്റുന്നതിനായുള്ള പരിശ്രമങ്ങളുമായി രവീന്ദ്രൻ ചേട്ടൻ വിവിധ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. ഒടുവിൽ നവകേരള സദസ്സിൽ നൽകിയ പരാതിയും എങ്ങുമെത്തിയില്ല. തന്റെ അപേക്ഷ കളക്ടർക്കും പിന്നീട് RDOയ്ക്കും ഫോർവേഡ് ചെയ്തു എന്നുള്ള മെസ്സേജുകൾ മൊബൈലിൽ വരുന്നതല്ലാതെ ഈ പ്രശ്നത്തിൽ ഇനിയും ഒരു പരിഹാരമായിട്ടില്ല. ഭൂമി തരംമാറ്റുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലപരിശോധന നടത്തേണ്ട LLMCയിലെ അംഗങ്ങൾ സ്ഥലപരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ല എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഈ വലിയ പ്രതിസന്ധിക്ക് ഇപ്പോഴത്തെ കാരണം. ഏതെങ്കിലും വിധത്തിൽ പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രവീന്ദ്രൻ ചേട്ടൻ. ക്യാമറമാൻ ഗോവിന്ദനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പുതുതായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾസ് ലാബിന്റെ ഉദ്ഘാടനം ഫാദർ ജോസ് പൊന്നോലിപ്പറമ്പിലും CNC ലാതേ മെഷീന്റെയും മെറ്റർജിക്കൽ മൈക്രോസ്കോപ്പിന്റെയും ഉദ്ഘാടനം ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ മോൺസിഞ്ഞോർ ജോസ് കോനിക്കരയും നിർവഹിച്ചു. യോഗത്തിൽ പ്രിൻസിപ്പൽ NJ സാബു അധ്യക്ഷത വഹിച്ചു. ഫാദർ ജിയോ തെക്കീനിയത്ത്, ഫാദർ ജോൺസൺ ഐനിക്കൽ, ഫാദർ ജോജോ എടത്തിരുത്തി, CJ സിൻഡോ, CJ റോബി എന്നിവർ പ്രസംഗിച്ചു. രാപ്പാൾ വീനസ് ക്ലബിന്റെയും ഐവിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ രാപ്പാൾ വീനസ് ക്ലബ് അങ്കണത്തിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നു. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിന്റെ ഉദ്ഘാടനം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, വാർഡ് അംഗം KK പ്രകാശൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. അന്വേഷണങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കുക 828-131-4141. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ അധ്യാപകനായ PV പൗലോസ് മാസ്റ്ററുടെ സ്മരണാർത്ഥം
സ്മൃതി സമിതി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സാമൂഹ്യശ്രീ അവാർഡ് കൊടകരയിലെ പത്രപ്രവർത്തകനായ ലോനപ്പൻ കടമ്പോട് കെ പ്രസാദ് എന്നിവർക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. പത്രപ്രവർത്തനത്തോടൊപ്പം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനവും പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മെയ് മാസം നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമർപ്പിക്കുമെന്ന് ഭാരവാഹികളായ ഡോക്ടർ ജസ്റ്റിൻ പോൾ, ഡോക്ടർ സന്തോഷ് പോൾ, അഡ്വക്കേറ്റ് M.A. ലയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അയോധ്യ പ്രതിഷ്ഠാ ദിനമായ തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അർദ്ധദിനാവധി. ഉച്ചയ്ക്ക് 2:30 വരെയാണ് അവധി. സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്ക് കുടിശ്ശികയായി ലഭിക്കേണ്ട ക്ഷാമാശ്വാസം അടിയന്തരമായി അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വരന്തരപ്പള്ളി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം VV പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് T. രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV രാമകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി KO പൊറിഞ്ചു, ND പൈലോത്ത്, TP ജോർജ്, K. സദാനന്ദൻ, T. ബാലകൃഷ്ണ മേനോൻ, CP ത്രേസ്യ, MK റപ്പായി, ആനി പൊറിഞ്ചു, MG തോമസ്, MK ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. T. രാജശേഖരനെ പ്രസിഡന്റായും ആനി പൊറിഞ്ചു, OM പുഷ്പാകരൻ, രാമകൃഷ്ണൻ കുന്നത്തേരി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും MG തോമസിനെ സെക്രട്ടറിയായും C. വൈകുണ്ഠനാരായണൻ, MK ചന്ദ്രൻ, K. നാരായണൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും TP ജോർജിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കളഞ്ഞു കിട്ടിയ സ്വർണമാല ഉടമസ്ഥരെ കണ്ടുപിടിച്ച് തിരിച്ചേൽപ്പിച്ച് ഗായകനും നടനുമായ കരിങ്കാലി ഫ്രെയിം ശ്രീകുമാർ നന്ദിക്കര മാതൃകയായി. ആമ്പല്ലൂർ സെന്ററിൽ വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണമാല ശ്രീകുമാർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ മാലയുടെ ഉദ്യോഗസ്ഥനെ കണ്ടെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ മാല തിരിച്ചേൽപ്പിച്ചു. വലപ്പാട് ഉള്ളാട്ടിൽ വീട്ടിൽ വിഘ്നേഷ് അശോകിന്റെ 2 പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് തിരിച്ചേൽപ്പിച്ചത്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാളും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിന്റെ ലില്ലി എഴുന്നള്ളിപ്പും ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വരെ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ 6:30 ഫാദർ ഷാജു ചെറയത്തിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, പ്രസിദ്ധേന്തി വാഴ്ച, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പ്, ലില്ലി എഴുന്നള്ളിപ്പ്. രാത്രി 10:30 14 മുതൽ 24 വരെയുള്ള യൂണിറ്റുകളിലെ അമ്പു പ്രദർശനങ്ങളും 11 1 മുതൽ 13 വരെയുള്ള യൂണിറ്റുകളുടെ അമ്പു പ്രദർശനങ്ങളും പള്ളിയിലെത്തി സമാപിക്കും. ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിബൻ കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോജു കോക്കാട്ട് സന്ദേശം നൽകും. ഉച്ചകഴിഞ്ഞ് 4 ഇടവക വൈദികരുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, തുടർന്ന് തിരുനാൾ പ്രദർശനം. ടൗൺ അമ്പ് ആഘോഷിക്കുന്ന തിങ്കളാഴ്ച രാവിലെ 8:30 കച്ചവട സ്ഥാപനങ്ങളിലേക്ക് അമ്പ്, ലില്ലി എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 6:30 പ്രദർശനം. രാത്രി 11 ടൗൺ അമ്പ് സമാപനം എന്നിവയാണ് ചടങ്ങുകൾ. മണ്ണമ്പെട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും സംയുക്ത തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ദിവ്യബലി, നവനാൾ തിരുക്കർമ്മങ്ങൾ, കൂടുതുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ ചടങ്ങുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ സമൂഹ ബലിയും വൈകുന്നേരം 4 ദിവ്യബലിയും തിരുനാൾ പ്രദർശനവും നടക്കും. മറ്റത്തൂർ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. വെള്ളിയാഴ്ച 3 മുറി പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ 12 വരെയാണ് പരിപാടി. വയോജനങ്ങൾക്ക് സർക്കാർ മാനദണ്ഡ പ്രകാരം വാക്കർ, വീൽചെയർ, ഹിയറിംഗ് എയ്ഡ് എന്നിവയാണ് നൽകുന്നത്. ഉപകരണങ്ങൾ ആവശ്യമുള്ള ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും പങ്കെടുക്കാം. ക്യാമ്പിൽ പങ്കെടുക്കുന്ന വയോജനങ്ങൾ നിർബന്ധമായും ആധാർ, റേഷൻ കാർഡ് എന്നിവയുടെ കോപ്പിയുമായി എത്തണം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർ ക്യാമ്പിൽ ഹാജരാകുമ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടതാണ്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS ആൻഡ് NCC യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ മാത്യു പോൾ ഊക്കൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ MJ റാണി, IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസറും NSS പ്രോഗ്രാം ഓഫീസറുമായ K. ജയകുമാർ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ രശ്മി രാജൻ, NSS സ്റ്റുഡന്റ് വളണ്ടിയർ സെക്രട്ടറിമാരായ ധീരജ്, ആര്യനന്ദ എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില കുറഞ്ഞു,
തുടർച്ചയായി മൂന്നാം ദിവസമാണ് സ്വർണ്ണവില കുറഞ്ഞത്. 240 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 46,000 താഴേക്കെത്തി. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി നിരക്ക് 45,920 രൂപയാണ്. കഴിഞ്ഞ 3 ദിവസമായി സ്വർണ്ണവില ഇടിയുകയാണ്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 5,740 രൂപയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ മെഡിക്കൽ ഓഫീസറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. MBBS, TCMC രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം, അഭികാമ്യം. പ്രായപരിധി 62 വയസ്സ്. ജനനത്തീയതി, യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുകളും ബയോഡാറ്റയും ജനുവരി 24 വൈകിട്ട് 5-നകം ആരോഗ്യ കേരളം ജില്ലാ ഓഫീസിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് www.arogyakeeralam.gov.in, ഫോൺ 0487 232 5824. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5,740 രൂപയും പവന് 45,920 രൂപയും രേഖപ്പെടുത്തി. വരന്തരപ്പള്ളി ചെറിയത്ത് തെക്കൂടൻ ദേവസിക്കുട്ടി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തൃശൂരിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു. വെണ്ടൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ആമ്പല്ലൂരിൽ കാറിന് പിറകിൽ ബസ്സിടിച്ച് അപകടം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിലെ 9 കുടിവെള്ള പദ്ധതി നവീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാൻസർ രോഗബാധിതനായ രവീന്ദ്രൻ തന്റെ ഭൂമി തരം മാറ്റുന്നതിന് നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിൽ ഇതുവരെ നടപടിയായില്ല. ഇതോടെ ഇന്നത്തെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.